ആലപ്പുഴ ആറാട്ടുപുഴ തീരത്ത് കണ്ട കണ്ടെയ്നർ അപകടകരമല്ലെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ. കണ്ടെയ്നറിനുള്ളിൽ കോട്ടൺ വസ്തുക്കളാണെന്നും മറ്റു രാസവസ്തുക്കളൊന്നുമില്ലെന്നും കസ്റ്റംസ് ഉറപ്പു നൽകി. ജില്ലാ കളക്ടർ രാവിലെ മുതൽ തന്നെ സംഭവസ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ജില്ലയുടെ ചുമതലയുള്ള കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് എത്തി ജനങ്ങളുടെ ആശങ്കകൾ അകറ്റി. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് ഹരിപ്പാട് മണ്ഡലത്തിന്റെ തീരപ്രദേശത്ത് കണ്ടെയ്നർ എത്തിയ വിവരം മത്സ്യത്തൊഴിലാളികൾ അറിയിക്കുന്നത്. പിന്നീട് ജില്ലാ കളക്ടറും മറ്റു ഉദ്യോഗസ്ഥരും പോലീസും സംഭവസ്ഥലത്തെത്തി. ആദ്യഘട്ടത്തിൽ നാട്ടുകാരും മറ്റും പരിഭ്രാന്തിയിലായെങ്കിലും ജില്ലാ കളക്ടർ ഇടപെട്ട് അപകടകരമായ കണ്ടെയ്നർ അല്ല എന്ന് ഉറപ്പുവരുത്തിയതോടെയാണ് നാട്ടുകാരുടെ ആശങ്ക മാറിയത്. നമ്മളെ സംബന്ധിച്ചുള്ള ഒരെണ്ണം നമുക്ക് ഇവിടെ തറയിൽക്കടയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ തിരയുടെ അതിശക്തമായ തിരയുണ്ടായതുകൊണ്ട് കണ്ടെയ്നർ പൊട്ടിയ രീതിയിലാണ് കിടക്കുന്നത്. അതിൽ നിന്നുള്ള അകത്തുള്ള സാധനങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കസ്റ്റംസിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. കസ്റ്റംസ് എറണാകുളം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്നെന്താണ് പരിശോധിച്ചതിന് ശേഷം വേണം ബാക്കി നടപടി എടുക്കാനുണ്ട്. ഏകദേശം 200 മീറ്റർ മാറ്റി ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്നാൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എത്തിയാൽ മാത്രമേ മറ്റ് നടപടികളിലേക്ക് പോകാൻ കഴിയൂ എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചത്. വൈകിട്ടോടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും എത്തി. കണ്ടെയ്നറിൽ അപകടകരമായ ഒന്നുമില്ലെന്നും കോട്ടൺ വസ്തുക്കളാണെന്നും ഇത് ഉടൻ തന്നെ നീക്കം ചെയ്യുമെന്നും കസ്റ്റം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദിനോട് പറഞ്ഞു. നമ്മുടെ തീരത്ത് ഇവിടെ അടിഞ്ഞ ഈ കണ്ടെയ്നറിനകത്ത് ഉണ്ടായിരുന്നത് മുഴുവൻ കോട്ടൺ ആണെന്ന് കണ്ടെയ്നറിൻ്റെ നമ്പർ അനുസരിച്ച് തന്നെ കസ്റ്റംസിന് ബോധ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നീക്കുന്നതിനുള്ള നടപടികൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് കസ്റ്റംസാണ് ഇക്കാര്യത്തിനകത്ത് ഒരു തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യേണ്ടത്. അപകടകരമായ വാതകമോ ദ്രാവകമോ ആണ് എന്ന് കരുതി മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ആശങ്കയുണ്ടായിരുന്നു. നീണ്ട 6 മണിക്കൂറുകൾക്ക് ശേഷം അത് ഒഴിവായി. 2 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും കണ്ടെയ്നറും വസ്തുക്കളും നീക്കം ചെയ്യുമെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൈരളി ന്യൂസ്, ആലപ്പുഴ.